നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 13 വെളുപ്പിന് 4:10 AM സൂര്യൻ ശത്രുരാശിയായ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നു. അവിടെ ശത്രുക്കളായ ശുക്രനും രാഹുവും നിൽപ്പുണ്ട്. അപ്പോൾ പൊതുവിലുള്ള ഒരു പ്രവചനമാണ് പറയുന്നത്. അതായത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊതുവായ പ്രവചനമാണ് പറയുന്നത്. സൂര്യൻ ശനിയുടെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ശത്രുവാണ് ജ്യോതിഷപരമായിട്ട്. അപ്പോൾ ഇവിടെ ശത്രുരാശിയിൽ ശത്രുക്കളുമായിട്ട് യോഗം ചെയ്യുകയാണ് സൂര്യൻ കുംഭം മാസം. അതുകൂടാതെ കുംഭം കഴിഞ്ഞ് മീനമാസത്തിൽ സൂര്യൻ ശത്രുവായ ശനിയോടൊപ്പം യോഗം ചെയ്യുന്നു. അപ്പോൾ വെളിച്ചം ചാനൽ പറയുന്നു, കേരളത്തിൽ കുംഭം മീനം മാസങ്ങളിൽ എല്ലാ രംഗങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൂടാതെ ഏറ്റവും പ്രധാനം സർക്കാരിനെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്കെതിരെയും ജനരോഷമുണ്ടാവും. അത് കുംഭം മീനം മാസങ്ങളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മേടമാസമാകുമ്പോൾ, ഏകദേശം ഏപ്രിൽ 14 ശേഷം മേടമാസത്തിൽ സൂര്യൻ ഉച്ച രാശിയായ മേടം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇതിനൊക്കെ അയവ് വരികയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രിയും ധനമന്ത്രിക്ക് വേറൊരു പേരാണ് ഞങ്ങൾ പറയുന്നത്, കടമെടുക്കുന്ന മന്ത്രി. അങ്ങനെ ഈ കടമെടുക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, മാർച്ച് 31 മുമ്പ് ഏകദേശം 36,000 കോടിയോളം രൂപ ഗവൺമെൻറ്റിന് വേണം പല ചെലവുകൾക്കായിട്ട്, ശമ്പളം കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പല ചെലവുകളായിട്ട് 36,000 കോടിയോളം രൂപ വേണം. അതിൻ്റെ പകുതി പോലും ഗവൺമെൻറ്റിന് സമാഹരിക്കാൻ കഴിയത്തില്ല. കാരണം കൂടുതൽ കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. കാരണം അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, കടമെടുക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതായത് 100 കോടി ആസ്തി ഉള്ള ഒരാൾ 90 കോടിയിലധികം കടമെടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതപ്പെടാത്ത നിയമമുണ്ട്. സാമ്പത്തിക വിദഗ്ധർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രിക്കുന്നത് കൂടുതൽ കടമെടുക്കാതിരിക്കാൻ. അപ്പോൾ മാർച്ച് 31 മുമ്പായിട്ട് സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ പരമാവധി വരികയും ശമ്പളം കൊടുക്കാൻ പോലും ത്രാണിയില്ലാത്ത രീതിയിലൊക്കെ വരും എന്നുള്ള സൂചനയല്ല, വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും കടമെടുക്കുന്ന മന്ത്രിയും. പക്ഷേ തീർച്ചയായിട്ടും ഏപ്രിൽ 1 ശേഷം ഇവർക്ക് വീണ്ടും കടമെടുക്കാം. അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ വീണ്ടും കടമെടുക്കാം. അങ്ങനെ ഒരു 4-5 മാസം പിന്നെയും തള്ളി നിൽക്കും, പിന്നെയും പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല ഗവൺമെൻറ് വകുപ്പുകൾക്കും പണമില്ലാതാവും, നിത്യച്ചെലവുകൾക്ക് പോലും. ഒരുപക്ഷെ ശമ്പളം കൊടുക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനരോഷം ഉണ്ടാവും. അതിവിടെ നമ്മൾ ഗ്രഹനിലയിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശാശ്വത പരിഹാരങ്ങൾ ആർക്കും അറിയില്ല. ഇപ്പോൾ കേരളത്തിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് കൂടാതെ ലോകകാര്യങ്ങളൊക്കെ
നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ബോറടിക്കും, ശരി, പക്ഷേ എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അത്രത്തോളം അതീവ ഗുരുതരമാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് സംസാരിക്കാനാണെങ്കിൽ 50 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാം. അത്രത്തോളം ഇൻഫർമേഷൻസ് എനിക്കുണ്ട്. അത് മലയാളികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാവുന്നില്ല. ലോകരാജ്യങ്ങളുടെ മൊത്തം കടം 38,000 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിലെ 90% കുടുംബങ്ങളും കടക്കെണിയിലുമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളിൽ അവർ EMI അടയ്ക്കാൻ പ്രയാസപ്പെടും, അടയ്ക്കാൻ പറ്റത്തില്ല ശമ്പളം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ ബാങ്കുകൾക്ക് ശരിക്കും ഈ ഈട് വെച്ച വസ്തുവും വീടും ഒക്കെ ലേലത്തിൽ വെക്കാം. പക്ഷേ അത് വിറ്റഴിയാൻ പ്രയാസമാണ്. കാര്യം ആര് വാങ്ങും? അങ്ങനെ വരുമ്പോൾ ബാങ്കുകൾ പ്രശ്നത്തിലാവും. എങ്കിലും ഇത് മാർച്ച് 31 ശേഷം ഗവൺമെൻറ് കൂടുതൽ കടമെടുക്കാൻ സ്വതന്ത്രരാകുമ്പോൾ കുറച്ച് കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. പക്ഷേ ലോകരാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത് 38,000 ലക്ഷം കോടി രൂപയാണ് ഏകദേശം. ഓക്കെ, അതുപോലെ തന്നെ ലോക രാജ്യങ്ങളുടെ മൊത്തം GDP ഏകദേശം 10,000 ലക്ഷം കോടി രൂപ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 385 കോടി ആസ്തിയുള്ള 100 കോടി ആസ്തിയുള്ള മനുഷ്യവംശം 385 കോടി കടമെടുത്തതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വിഷയം ഇതൊരു വിഷയമായിട്ട് മലയാളികൾക്ക് അറിയില്ല. അപ്പോൾ ഈ അറിവില്ലാത്തവരെ എന്താണ് വിളിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 385% കടന്നിരിക്കുന്നു. അത് 90% പാടുള്ളൂ. അപ്പോൾ മനുഷ്യവംശം കടക്കെണിയിലാണ്. ഇതിന് ഒരു പരിഹാരം, സമ്പൂർണവും ശാശ്വതവുമായിട്ടുള്ള പരിഹാരം ലോകത്ത് ആർക്കും അറിയില്ല. ഒരു രാഷ്ട്ര നേതാവിനോ സാമ്പത്തിക വിദഗ്ധനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ ആർക്കും ഇതിൻ്റെ വേ ഔട്ട്, സൊല്യൂഷൻ അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇങ്ങനൊരു വിഷയം ഉണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ അതീവ ഗുരുതരമാണ് ഇൻ്റർനാഷണൽ ലെവലിൽ മനുഷ്യവംശത്തിൻ്റെ സ്ഥിതി. അതിനോടൊപ്പം മലയാളി കുടുംബങ്ങളിൽ 90% കുടുംബങ്ങളും കടക്കെണിയിലുമാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഈ വിഷയം ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 50 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. ഞാൻ അതിന് തുനിയുന്നില്ല. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉത്തരം ചാനൽ എന്ന് പറഞ്ഞ വേറൊരു ചാനലും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വിശദമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഒരു പരിഹാരം പറഞ്ഞിട്ടുമുണ്ട്. അതിനൊക്കെ സാമ്പത്തിക വിദഗ്ധരുടെ സപ്പോർട്ടും ഉണ്ട്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം എൻ്റെ ആശയത്തെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. 12 വർഷം എൻ്റെ ആശയങ്ങൾ പഠിച്ച ശേഷം പറഞ്ഞതാണ്. അപ്പോൾ അത് അവതരിപ്പിച്ചതാണ്. അപ്പോൾ ആ വീഡിയോയും പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഞാനും ചെയ്തിട്ടുണ്ട് പല ചാനലുകളായിട്ട്.
അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോകൾ കാണാവുന്നതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും കുംഭം മീനമാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ രംഗങ്ങളിലും ഉണ്ടാവും. ഗവൺമെൻറ് സംവിധാനങ്ങൾക്കെതിരെ, വിവിധ വകുപ്പുകൾക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും കുംഭം മീനമാസങ്ങളിൽ ജനരോഷം ഉയരും. ഈ പ്രവചനം ആവർത്തിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.